എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മകീരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. മകീരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ക്വീൻ ഓഫ് വോൺസ്, സൺ, നൈറ്റ് ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ്, ഡെവിൾ, സെവൻ ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ക്വീൻ ഓഫ് വോൺസ് ആൻഡ് ഡെവിൾ മൊമെൻ്റ് ആണ് കാണിക്കുന്നത്. വളരെയധികം ചില സിറ്റുവേഷനിൽ ചൂഷണം ചെയ്യപ്പെടാൻ സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ കലാപരമായിട്ടുള്ള കഴിവുള്ളൊരു വ്യക്തിയാണ്. കലാപരമായിട്ട് കഴിവ് നിലനിർത്തിക്കൊണ്ട് ആ ഒരു രീതിയിലൂടെ പേരും പ്രശസ്തിയും നേടണമെന്നോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം നേടണമെന്നോ ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടാനുള്ള സാഹചര്യം ഈ ഒരു മാസത്തിൽ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് പറയാനുള്ള കാര്യം, നിങ്ങൾ ചിലപ്പോൾ ഫിലിം ഫീൽഡിലേക്ക് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓഡീഷൻസ് ചെയ്യണം. അത് പാട്ട് പാടുന്ന സംബന്ധിച്ചിട്ടായിരിക്കും നൃത്തം ചെയ്യുന്നതോ അഭിനയം ഏത് മേഖലയിലാണ് എങ്കിൽ കൂടിയും അങ്ങനെയുള്ളൊരു മേഖലയിലേക്ക് വളരെ പേരും പ്രശസ്തിയും നേടുന്ന മേഖലയിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ചാൻസ് വാങ്ങിത്തരുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആളുകൾക്ക് പൈസ കൊടുത്തിട്ടോ ഒക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് പൈസ കൊടുത്തിട്ടില്ല ഇങ്ങനെ ഒരു കാര്യങ്ങളിലൊക്കെയാണ് എങ്കിൽ പരമാവധി അത് ഒഴിവാക്കുക. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അത്രയും ഉറപ്പുള്ള ആരെങ്കിലുമൊക്കെ ആണ് എങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പരിചയമുള്ള ആളുകളാണെങ്കിൽ മാത്രം പോവുക. അല്ലാത്ത പക്ഷം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതിരിക്കാം. കാരണം ഇവിടെ നിങ്ങൾ ചൂഷണം ചെയ്യുക, മുതലെടുക്കുക, ഇങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങളൊക്കെ സംഭവ്യമാകുന്നുണ്ട്. അത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തന്നെ ആയിരിക്കണമെന്നില്ല. നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ജോലിയോ വിദ്യാഭ്യാസമോ ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് പൈസ കൊടുത്തിട്ടാണ് അതിൽ മുന്നോട്ടേക്ക് പോകുന്നത് എങ്കിൽ, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് മുമ്പോട്ടേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകം അത് ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെയുള്ള ഏജൻസികളോ കാര്യങ്ങളോ ഉറപ്പ് വരുത്തുക നിങ്ങൾ അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഏജൻസികളാണോ മറ്റും എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പോവുക. ഇപ്പോൾ ഗൾഫിലേക്ക് പോകാൻ, മറ്റു വിദേശ രാജ്യങ്ങളിൽ പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പ്രത്യേകം അത് നോക്കിയതിനു ശേഷം മാത്രം മുന്നോട്ടേക്ക് പോവുക. മറ്റുള്ളവർ നിങ്ങളെ മുതലെടുക്കാതിരിക്കാൻ മറ്റു വഴികളിലൂടെയും നിങ്ങൾ വരുമാനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ തരത്തിലുള്ള മുതലെടുപ്പുകൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു, മറ്റുള്ളവർ മുതലെടുക്കാൻ സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നലായിട്ട് വിട്ടുകളയാതിരിക്കുക. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നോക്കുക, കാണുക. ഇനി ചില സിറ്റുവേഷനിൽ ഇങ്ങനൊരു അവസരം ഇനി ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ധൃതി പിടിപ്പിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കുക. കാരണം ധൃതി പിടിച്ച് പോകുന്നതാണോ അത് ആലോചിച്ചിട്ട് പോകുന്നതാണോ നല്ലത് എന്നുള്ളത്. സൺ കാർഡ് ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. വളരെ ഉയർന്ന പൊസിഷനിൽ, ജോലിയിൽ വളരെ ഉയർന്ന പൊസിഷനിലേക്ക് പോകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് ഒത്തിരി സാധ്യതകൾ ഉള്ളൊരു സമയം കൂടിയിട്ടാണിത്. പക്ഷെ അതേസമയം തന്നെ പറയുമ്പോൾ ശ്രദ്ധിക്കുക, സാധ്യതകളുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ വ്യക്തതയോട് കൂടിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല എങ്കിൽ അത് നേരായിട്ടുള്ള മാർഗമായിരിക്കണമെന്നില്ല, ശരിയായിട്ടുള്ള അവസരമായിരിക്കണമെന്നുമില്ല. നിങ്ങളായിട്ട് നേരിട്ട് അപ്ലൈ ചെയ്യുക അറിയപ്പെടുന്ന കമ്പനീസിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ പൈസ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സ്ഥലത്ത് ജോലിക്ക് അപ്ലൈ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സാധ്യതകളുണ്ട്. ജോലിയിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ച് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ സാഹചര്യം, പ്രത്യേകിച്ച് സർക്കാർ ജോലിയിലുള്ളവർക്ക് ഉയർന്ന തസ്തികയിലേക്ക് സ്ഥാനം കയറ്റവും മറ്റ് മേഖലകളിലേക്കൊക്കെ ഒരു മാറ്റം, ട്രാൻസ്ഫറോട് കൂടിയിട്ട് പ്രൊമോഷനോട് കൂടിയിട്ടുള്ള ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ ലഭിക്കാൻ ഒത്തിരി അവസരം ഉള്ള ഒരു മാസം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്ന് തന്നെ പറയുന്നു. വളരെ ഉയർച്ച കാണുന്നുണ്ട്. ചില ആളുകൾക്ക്, എല്ലാവരിലുമല്ല, ചില ആളുകളിൽ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ധനലാഭം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ അത് ഒരു ലോട്ടറി ഭാഗ്യം പോലെ ആയിരിക്കാം. അല്ലാത്തവരെ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ കുറച്ചധികം പൈസ കടം കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ പൈസ ഇപ്പോൾ തിരിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അത് കിട്ടും എപ്പോഴെങ്കിലും എന്നുള്ളത്.
അപ്പോൾ ആ പൈസ ഇപ്പോൾ നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഒരു തുകയെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. പിന്നെ കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്തയിടത്ത് റിട്ടയർ ആയതിനു ശേഷം പൈസ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുവരെ കിട്ടാനുള്ളതൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം റിട്ടയർമെൻറ്റ് ഫേസിലാണ്. പക്ഷെ റിട്ടയർ ആയിട്ടും കിട്ടാനുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ കിടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു ഫെബ്രുവരി മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഡെവൽ മൊമെൻ്റ് ആണ്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് എടുത്ത് പറയാനുള്ള കാര്യം, പല ആളുകളെ സംബന്ധിച്ച് കുട്ടികളുള്ളവരാണ് എങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അമിതമായിട്ടുള്ള ലാളന ഒഴിവാക്കാം. പിന്നെ ചില കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ചിലപ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാം അവരുടേതായിട്ടുള്ള കൊച്ചു കൊച്ചു രീതികളിലൂടെ. പക്ഷെ ഡിസിപ്ലിനോട് കൂടിയിട്ട് ഒരു നല്ല രീതിയിൽ ആ ഒരു ഡിസിപ്ലിനും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അതേപോലെ പറഞ്ഞ കാര്യങ്ങൾ അവരെ ഒന്ന് കരഞ്ഞു കാണിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ ഉടനെ അത് മാറ്റി പറയാതിരിക്കുക. പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുക, കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം ചില സാഹചര്യങ്ങൾ, ചില ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് അവരെന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സഹായം അഭ്യർത്ഥിക്കാൻ സാഹചര്യം കാണിക്കുന്നുണ്ട്. ചില ബന്ധുക്കൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആവശ്യമുള്ളപ്പോൾ ഒരിക്കലും നിങ്ങളുടെ കൂടെ നിന്നിട്ടില്ലാത്തവരായിരിക്കാം. പക്ഷെ അവരുടെ എന്തോ ആവശ്യത്തിന് നിങ്ങളെ സമീപിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് വേറെന്തെങ്കിലും കാര്യങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തതുണ്ടാവാം. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് അവർ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിൽ നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം, നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, അത് ഒഴിവാക്കി മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക്, അതായത് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യാനും നിന്ന് കൊടുക്കുകയോ വീണ്ടും നിങ്ങൾ ഇതിനു മുമ്പ് ആവർത്തിച്ച തെറ്റ് ആവർത്തിക്കാതിരിക്കുക. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. കാരണം ഇവിടെ പറയാനുള്ള ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു സഹായം നിങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ആ ചെയ്തു കൊടുത്ത സഹായമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വീണ്ടും എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നേക്കാം. അപ്പോൾ അത് ശരിയാക്കുന്നതിന് വീണ്ടും നിങ്ങളുടെ അടുത്ത് വരാം. പിന്നെ പല കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അപ്പോൾ അതൊന്നും നിങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല എങ്കിലും ഒക്കെ ഒരു പക്ഷേ പഴി കേൾക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ആദ്യമേ തന്നെ അത് ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നുള്ളത് പറയുന്നു. 7 ഓഫ് പെൻറ്റക്കിൾസ് ഇൻ സൺ കാർഡാണ്. ഇത് സൂചിപ്പിക്കുന്നത് കർമ്മഫലമാണ്. ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള ഫലം കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, അതായത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അത് സാധ്യമാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക, വ്യക്തമായിട്ട് പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ സാധ്യതകളുണ്ട്. കറക്കിക്കുത്ത് അല്ലെങ്കിൽ കുറച്ചൊക്കെ പഠിച്ച് എങ്ങനെയെങ്കിലും പാസ്സാവാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ ഓരോരുത്തരുടെ എത്രത്തോളം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഫലം മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുക. ചില സമയങ്ങളിൽ സാഹചര്യം നന്നായിരിക്കുമ്പോൾ എളുപ്പത്തിൽ രക്ഷപ്പെട്ടു പോന്നേക്കാം. പക്ഷേ ഇപ്പോഴത്തെ സമയം അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിക്ക് അനുസരിച്ചിട്ടുള്ള ഫലം മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് പറയാം. അതേപോലെ തന്നെ ചില ആളുകൾ കൃഷിയിലേക്ക് ഇറങ്ങുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കോർപ്പറേറ്റ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും ഒരു ബിസിനസ്സായിട്ട്, അതായത് ആ ബിസിനസ്സായിട്ട് നിങ്ങളൊരു ബിസിനസ്സിലേക്ക്, ഒരു കൃഷി ബിസിനസ്സായിട്ട് ആ ഒരു രീതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ച് സ്പിരിച്വലി കണക്ട്, ഇപ്പോൾ പ്രകൃതി, കൃഷി, അതേപോലെ ആത്മീയത, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, അതായത് ജീവിതവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടുതൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങുന്നില്ല എങ്കിൽ പോലും ചെറുതായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ കൃഷി ചെയ്യുക, അടുക്കള തോട്ടം പോലെ കൃഷി ചെയ്യുന്നതോ, ചെടികളും മൃഗങ്ങൾ, പക്ഷികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിലൊക്കെ വളരെയധികം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം കാണിക്കുക. അതേപോലെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, ഒറ്റയ്ക്കിരിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ച് തുടങ്ങുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ യാത്രകളും, പുതിയ ആളുകളെ കാണുക, പുതിയ കൾച്ചർ, പുതിയ സാഹചര്യങ്ങൾ, പലതും പുതിയത് പഠിക്കുക, പുതിയ ലോകം കാണുക എന്നുള്ള രീതി ഉണ്ടല്ലോ, അതിലേക്കും നിങ്ങൾ കൂടുതലായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു മാസം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.